നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് മോഷണത്തിനിടെ വീട്ടമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി പിടിയിൽ. കൊല്ലപ്പെട്ടത് ആർത്താറ്റ് സ്വദേശി സിന്ധു. പിടിയിലായത് സിന്ധുവിന്റെ സഹോദരിയുടെ ഭർത്താവ് മുതുവറ സ്വദേശി കണ്ണൻ. മൃതദേഹത്തോട് അധികൃതർ അനാദരവ് കാട്ടിയെന്ന് ആക്ഷേപം. കൊലപാതകം നടന്ന വീട്ടിലേക്ക് ഫോറൻസിക് വിരലടയാള സംഘം എത്തിയത് 14 മണിക്കൂറുകൾക്ക് ശേഷം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാട്ടത്തിന് ആഹ്വാനവുമായി കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം കുളപ്പുള്ളിയിൽ. ഭിന്നശേഷി സൗഹൃദ നവകേരളത്തിനായി അണിചേരാനും KRTA ആഹ്വാനം. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കെതിരെ പട്ടികജാതി ക്ഷേമ സമിതി. പാലക്കാട്ട് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും. അമിത് ഷാ രാജിവെക്കണമെന്ന് PKS നേതാക്കൾ. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് മോഷണത്തിനിടെ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി പിടിയിൽ. കുന്നംകുളം ആർത്താറ്റ് സ്വദേശി സിന്ധുവാണ് മരിച്ചത്. കൊലപാതകം നടത്തിയ മുതുവറ സ്വദേശി കണ്ണനെ നാട്ടുകാർ ചേർന്ന് പിടികൂടുകയായിരുന്നു. കൊല്ലപ്പെട്ട സിന്ധുവിന്റെ സഹോദരിയുടെ ഭർത്താവാണ് കണ്ണൻ. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് കൊലപാതകം നടന്നത്. വെട്ടേറ്റ് കഴുത്തറ്റ നിലയിലായിരുന്നു മൃതദേഹം. സിന്ധുവിന്റെ ആഭരണങ്ങളും നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. മാസ്കും കറുത്ത ടീഷർട്ടും ധരിച്ചെത്തിയ പ്രതിയെ നാട്ടുകാരിൽ ചിലർ കണ്ടതും തിരിച്ചറിഞ്ഞതുമാണ് മണിക്കൂറുകൾക്കകം പിടികൂടാൻ സഹായകരമായത്. ഇയാളിൽ നിന്ന് കൊല്ലപ്പെട്ട സിന്ധുവിൻ്റെ സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തു. വീടിനോട് ചേർന്ന് ധാന്യങ്ങൾ പൊടിപ്പിക്കുന്ന മിൽ നടത്തുകയാണ് കൊല്ലപ്പെട്ട സിന്ധുവും ഭർത്താവ് മണികണ്ഠനും. മണികണ്ഠൻ വീട്ടുസാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയ സമയം നോക്കിയാണ് പ്രതി ഇവരുടെ വീട്ടിലെത്തിയതും കൊലപാതകം നടത്തി മടങ്ങിയതും. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ചോദ്യം ചെയ്യാനായി കുന്നംകുളം സ്റ്റേഷനിലേക്ക് ഇന്നലെ രാത്രി തന്നെ മാറ്റി. സാമ്പത്തിക ലക്ഷ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് ചോദ്യം ചെയ്യലിൽ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അതേസമയം കൊലപാതകത്തിനു പിന്നിൽ മറ്റ് കാരണങ്ങൾ കൂടിയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളത്ത് വീട്ടമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൃതദേഹത്തോട് കടുത്ത അനാദരവ്. കൊലപാതകം നടന്ന വീട്ടിലേക്ക് ഫോറൻസിക് വിരലടയാള സംഘം എത്തിയത് 14 മണിക്കൂറുകൾക്ക് ശേഷമാണ്. 14 മണിക്കൂറിലേറെ നേരമാണ് കഴുത്തറുത്ത നിലയിൽ മൃതദേഹം വീടിനുള്ളിൽ കിടന്നത്. കൊല നടന്ന 1 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഫോറൻസിക് സംഘം എത്താൻ വൈകിയതാണ് കടുത്ത അനാദരവിന് ഇടയാക്കിയത്. സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായതോടെയാണ് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. അധികൃതർ മൃതദേഹത്തോട് കാണിച്ച അനാദരവിനെതിരെ പ്രദേശത്ത് വലിയ പ്രതിഷേധമുയർന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 2024 വിട പറയാനൊരുങ്ങുന്നു. ആഹ്ലാദവും നൊമ്പരങ്ങളും പങ്കുവെച്ച വർഷം വിട പറയുമ്പോൾ ലോകം പ്രതീക്ഷയോടെ പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. ആഘോഷങ്ങളുടെ രാവിനപ്പുറം 2025 പിറവിയാണ്. പുതുവർഷം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആകണമെന്ന പ്രത്യാശയിലാണ് ലോകം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം. കുളപ്പുള്ളി KMIC ഓഡിറ്റോറിയത്തിലെ P. സുനിത നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം CPIM ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണി ഗവൺമെൻറ്റിൻ്റെ നയപരമായ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് 2015 അന്നത്തെ UDF ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായൊരു സമീപനം ഉണ്ടായിരുന്നു. ഈ മേഖലയിൽ കുറെ കൂടി നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ചും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ മേഖലയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുള്ള കുടുംബങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുക എന്നാണ് അതിനർത്ഥം. സമ്മേളനത്തിൽ KRTA പാലക്കാട് ജില്ലാ പ്രസിഡന്റ് K. ജിഷ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് T. ജയപ്രഭ രക്തസാക്ഷി പ്രമേയവും ജോയിന്റ് സെക്രട്ടറി P. രാഹുൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ MK ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി RG പിള്ള, KRTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം A. അരുൺ, TT ശ്രീരാജ്, K. പ്രഭാകരൻ, K. പ്രസാദ്, P. ബാലകൃഷ്ണൻ, ദീപ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ദീപ ജോസഫ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന വൈസ് പ്രസിഡന്റ്
NS ധന്യ സംഘടനാ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ KS സംഗീത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ച, പൊതുചർച്ച എന്നിവയും നടന്നു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റത്തിന് കരുത്ത് പകർന്ന് പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സംഘടനയാണ് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി. രാജ്യസഭയിൽ അംബേദ്കറെ പരിഹസിച്ചതിൽ പ്രതിഷേധിച്ച് PKS പാലക്കാട് ജില്ലാ കമ്മിറ്റി അഞ്ചുവിളക്ക് പരിസരത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. അഞ്ചുവിളക്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പ്രതിഷേധയോഗം PKS സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S. അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീ അമിത് ഷാ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും പറയാത്ത രൂപത്തിലുള്ള ആക്ഷേപഹാസ്യങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരാമർശം, നിങ്ങൾ അടിക്കടി ഇങ്ങനെ അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം ദൈവനാമം ഉച്ചരിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പോവാൻ ഇടയായിരുന്നു എന്നതാണ്. ഇത് തെളിയിപ്പിക്കുന്നത് RSSന്റെ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് മനുസ്മൃതിയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി V. പൊന്നുകുട്ടൻ, സംസ്ഥാന കമ്മിറ്റി അംഗം K. രാജൻ, മാധവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വയോജനങ്ങൾക്ക് വീൽ ചെയർ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജനങ്ങൾക്ക് വീൽ ചെയർ വിതരണം ചെയ്തത്. വയോജനങ്ങൾക്ക് ഉപകരണങ്ങൾ നൽകൽ പദ്ധതിയുടെ ഭാഗമായി 7 പഞ്ചായത്തുകളിലെയും കിടപ്പ് രോഗികളായ വയോജനങ്ങൾക്ക് വീൽ ചെയറുകൾ നൽകി. ബ്ലോക്ക് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PV പ്രിയ, ഷെറീന ടീച്ചർ, M. ശ്രീലത, K. റവാഫ്, ഹെൽത്ത് സൂപ്പർവൈസർ കമ്മുണ്ണി, CEO C. പ്രസാദ്, മാലിനി, R. റീജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. MT വാസുദേവൻ നായർ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമാണെന്ന് പട്ടാമ്പി മുൻ MLA CP മുഹമ്മദ്. പട്ടാമ്പി നഗരസഭ സംഘടിപ്പിച്ച MT അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു CP മുഹമ്മദ്. വ്യത്യസ്ത തലമുറകളെ സ്വാധീനിക്കാൻ MTക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് യോഗത്തിൽ മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. അഗ്നിച്ചിറകുള്ള നാവിന്റെ ഉടമസ്ഥൻ എന്ന് ആരോ വിശേഷിപ്പിച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അഗ്നിച്ചിറകുള്ള നാവിന്റെ ഒരു ഉടമസ്ഥനായിരുന്നു മഹാനായ MT. അദ്ദേഹം കൂടല്ലൂരിൽ നിന്ന് വിക്ടോറിയ കോളേജിൽ നിന്ന് ബിരുദം നേടി. മഹാനായ KP കേശവമേന്റെയും മാനേജ്മെന്റ് ബിരുദമില്ലെങ്കിലും കേരളം കണ്ട ഏറ്റവും വലിയ മാനേജ്മെന്റ് വിദഗ്ധനായ VN നായരുടെയും മഹാപണ്ഡിതനായ MB കൃഷ്ണവാര്യരുടെയും കീഴിൽ മാതൃഭൂമി പീരിയോഡിക്കൽസിന്റെ എഡിറ്ററായി, പിന്നീട് മലയാള സിനിമയിലെ സംവിധായകനായും തിരക്കഥാകൃത്തായുമൊക്കെ ഒരു വലിയ കാലഘട്ടത്തിന്റെ ഇതിഹാസമായി മാറി. MLA ആയിരിക്കെ MTക്കൊപ്പം പല വേദികളും പങ്കിടാനായത് വലിയ അംഗീകാരമായി കരുതുന്നുവെന്നും CP മുഹമ്മദ് പറഞ്ഞു. തലമുറകളുടെ എഴുത്തുകാരനായിരുന്നു MT എന്ന് യോഗത്തിൽ മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP ഷാജി, KR നാരായണസ്വാമി, ഡോക്ടർ PV രാമൻകുട്ടി, TK നാരായണദാസ്, TVM അലി, T. ഗോപാലകൃഷ്ണൻ, CP ചിത്ര, അഡ്വക്കേറ്റ് ഉദയശങ്കർ, KM വാസുദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുഞ്ചൻ തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ലക്കിടിയിൽ നാടകാചാര്യൻ CMS നാരായണൻ അനുസ്മരണം നടത്തി. കിള്ളിക്കുറിശിമംഗലത്ത് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് ലക്കിടി കൂട്ടുപാതയിൽ അനുസ്മരണ യോഗവും നടന്നു. കിള്ളിക്കുറിശിമംഗലത്ത് കുഞ്ചൻ തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിലാണ് സിംസൺ എന്നറിയപ്പെടുന്ന CMS നാരായണൻ നമ്പൂതിരിപ്പാട് അനുസ്മരണം സംഘടിപ്പിച്ചത്. CMSന്റെ 23ാം ഓർമ്മദിനത്തിൽ നടന്ന അനുസ്മരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ യോഗവും നടന്നു.
കുഞ്ചൻ സ്മാരക കലാസമിതി മുൻ സെക്രട്ടറി എം രാജേഷ് ആമുഖ പ്രഭാഷണം നടത്തി. ആ നാടിന്റെ മുൻ സാഹിത്യ സാംസ്കാരിക പരിപാടികളൊക്കെ സജീവമായി ഇറങ്ങി ചെല്ലുന്നിടത്ത് തന്നെ മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. അത് ആ മാറ്റി നിർത്തപ്പെടൽ തീർച്ചയായിട്ടും ചില ആളുകളുടെ വലിയ ഒരു കാഴ്ചപ്പാട് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിലേക്ക് വലിയ സിംസേട്ടന്റെ അനുസ്മരണം ഒരിക്കലും വിവാദങ്ങളിലൂടെ കടന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാനും കഴിയില്ല. ഇവിടെ കുഞ്ചൻ തീരേഴ്സ് 2000 മുതൽ 2013 വരെയും അതിനുശേഷം 2018 ഒക്കെ സിംസേട്ടന്റെ അനുസ്മരണം കൂടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് നടന്നത്. നാടകകൃത്ത് വേണുജി ഗുരുവായൂർ, ജിനേഷ് മനിശ്ശേരി, ബാബു, റിക്രിയേഷൻ ക്ലബ്ബ് കൺവീനർ ഫൈസൽ, കുഞ്ചൻ തിയേറ്റേഴ്സ് ഭാരവാഹികളായ ഉപേന്ദ്രൻ മാസ്റ്റർ, ടി എ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് നടക്കുന്ന അനുസ്മരണ യോഗം നാടക ലോകത്തെ നാടകങ്ങളെ കുറിച്ച് മാറ്റങ്ങളും അതിനെക്കുറിച്ചുള്ള ചിന്താഗതികളും ഉള്ളിലോട്ട് കയറി ആഴത്തിൽ ചിന്തിക്കുന്ന നല്ലൊരു മഹാവ്യക്തിയായിരുന്നു സിംസൺ നമ്പൂതിരി. അദ്ദേഹത്തിന്റെ വേർപാട് ഈ നഗരത്തിന് തന്നെ അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾക്ക് തന്നെ ഒരുപാട് വേദനകൾ സംഭവിച്ചിട്ടുള്ളൊരു സ്ഥാനം. ഇതൊക്കെ നാടകത്തിന് മാത്രമായി ജീവിതം ഒരുപാട് കൊണ്ടുപോവുകയും ഒരുപാട് കൂട്ടായ്മ പ്രവർത്തനങ്ങൾക്കൂടെ നാടകം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്താണ് ഈ വായനശാലയുടെ നേതൃത്വത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കഴിവുകൾ അനുസ്മരിച്ചേ പറ്റൂ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒളിമ്പിക് വേവ് ഓപ്പൺ ജിം സൗഹൃദ കൂട്ടായ്മ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ഷൊർണൂർ ഭാരതപ്പുഴയോരത്ത് ഓപ്പൺ ജിമ്മിൽ സംഘടിപ്പിച്ച ആഘോഷം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ ഭാരതപ്പുഴയോരത്തെ ഓപ്പൺ ജിം കേന്ദ്രീകരിച്ചുള്ള കൂട്ടായ്മയാണ് ഒളിമ്പിക് വേവ് ഓപ്പൺ ജിം സൗഹൃദ കൂട്ടായ്മ. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുതുവത്സരാഘോഷം നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഓപ്പൺ ജിം ഒളിമ്പിക്സിന്റെ പാലക്കാട് കമ്മിറ്റിയുടെ കൂടി നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചു. സ്പീക്കറാണ് എം ഡി രാജേഷ്. ഏതാണ്ട് 4 വർഷം ആകുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ നഗരസഭയിലെയും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലെയും ആളുകൾക്ക് രാവിലെയും വൈകുന്നേരവുമായിട്ട് എൻജോയ് ചെയ്യാനും ആരോഗ്യ പരിപാലനത്തിനുമൊക്കെ സഹായിക്കുന്ന നിലയിൽ ഇത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടെ ഇതിന് പുറമെ റോട്ടറി ക്ലബ് ഉൾപ്പെടെയുള്ള അവരെല്ലാം സ്പോൺസർഷിപ്പ് എല്ലാം നടത്തി. ഷൊർണൂർ നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ്, ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി രാജേഷ്, കൂട്ടായ്മ അംഗങ്ങളായ എം കെ രാമചന്ദ്രൻ, പി ഗംഗാധരൻ, വി എ സുഭാഷ് ചെറുതുരുത്തി, കെ ആർ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ശ്മശാന ജീവനക്കാരൻ എ കെ വേലായുധൻ, നഗരസഭാ ജീവനക്കാരൻ പി പ്രകാശൻ എന്നിവരെ ആദരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടനംകുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1986-87 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം നടന്നു. ഓർമ്മച്ചപ്പ് സെക്കൻഡറി യൂണിയൻ എന്ന് നാമകരണം ചെയ്ത സംഗമം മുൻ അധ്യാപിക ലിസി ഉദ്ഘാടനം ചെയ്തു. ബാച്ചിലെ മരണപ്പെട്ടുപോയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുസ്മരിച്ചുകൊണ്ടാണ് സംഗമം തുടങ്ങിയത്. നാസർ കാരേക്കാട് അനുസ്മരണ പ്രഭാഷണം നടത്തി. അക്ഷരകുലപതി MT വാസുദേവൻ നായരെയും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെയും വാരണാകുറിശിക്കാരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന ഡോക്ടർ M കുഞ്ഞാമിനെയും ചടങ്ങിൽ അനുസ്മരിച്ചു. ഇ സുമാലിനി ടീച്ചർ, MB ദിനേശ് മാസ്റ്റർ, വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, റിട്ടയർഡ് ക്ലർക്ക് കെ ശ്രീകുമാർ, പ്രധാനാധ്യാപിക ഗീത ടീച്ചർ എന്നിവരെ ആദരിച്ചു. സ്കൂളിലെ 15 ക്ലാസ് മുറികളിലേക്കുള്ള മാലിന്യക്കൊട്ട ചടങ്ങിൽ കൈമാറി. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും ഈ ബാച്ച് നടത്തിവരുന്നുണ്ട്. ചടങ്ങിൽ CV മുരളീധരൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വാടനാംകുറിശിയുടെ ഹ്രസ്വചിത്രമടങ്ങുന്ന മാഗസിൻ HM ഗീത പ്രകാശനം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രോഗ്രാം കൺവീനർ സുനിത സ്വാഗതവും ജോയിന്റ് കൺവീനർ നിഷ നന്ദിയും പറഞ്ഞു. VR ദിനേശ് പരുത്തിപ്ര, CV മുരളീധരൻ, ശിവദാസൻ, അബ്ദുൽ നസീർ പറമ്പിൽ, രാജേഷ് തോട്ടോഴി, നാസർ കാരേക്കാട്, മോഹൻദാസ്, A ബിന്ദു, VK ബൾക്കീസ്, CR പ്രീത, വിജയലക്ഷ്മി, ബേബി സുധ, KP ശ്രീദേവി, അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
വാണിയംകുളം പനയൂർ മിനിപ്പടിയിൽ തനിമ കലാകായിക സാംസ്കാരിക വേദി പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം VT നളിനി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ തനിമ സെക്രട്ടറി KB അഭിജിത്ത് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് C ബാബുരാജ്, മിനിപ്പടി ബ്രദേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി CP ഉണ്ണികൃഷ്ണൻ, O മധുസൂദനൻ, ഗോവിന്ദൻകുട്ടി, ബിന്ദു, PB സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളത്ത് മോഷണത്തിനിടെ വീട്ടമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി പിടിയിൽ. കൊല്ലപ്പെട്ടത് ആർത്താറ്റ് സ്വദേശി സിന്ധു. പിടിയിലായത് സിന്ധുവിന്റെ സഹോദരിയുടെ ഭർത്താവ് മുതുവറ സ്വദേശി കണ്ണൻ. മൃതദേഹത്തോട് അധികൃതർ അനാദരവ് കാട്ടിയെന്ന് ആക്ഷേപം. കൊലപാതകം നടന്ന വീട്ടിലേക്ക് ഫോറൻസിക് വിരലടയാള സംഘം എത്തിയത് 14 മണിക്കൂറുകൾക്ക് ശേഷം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാട്ടത്തിന് ആഹ്വാനവുമായി കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം കുളപ്പുള്ളിയിൽ. ഭിന്നശേഷി സൗഹൃദ നവകേരളത്തിനായി അണിചേരാനും KRTA ആഹ്വാനം. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കെതിരെ പട്ടികജാതി ക്ഷേമ സമിതി. പാലക്കാട്ട് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും. അമിത് ഷാ രാജിവെക്കണമെന്ന് PKS നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.